പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം കേരളം പ്രയോജനപ്പെടുത്തണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ. ദുരന്തത്തെ അതീവ ഗുരുതരമായ L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നും കോഴിക്കോട്ട് ചേർന്ന MDC യോഗം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം ഉരുൾപൊട്ടൽ മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷ നൽകുമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ യോഗം അഭിപ്രായപ്പെട്ടു. വയനാട് വിലങ്ങാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എത്രയും വേഗം പുനരധിവാസവും അനുബന്ധ ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്നതിന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും യോജിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രയോജനപ്പെടുത്തണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് പ്രസിഡന്റ് C. ചാക്കുണ്ണി പറഞ്ഞു. പ്രതീക്ഷിതതിനു വേഗത്തിലുള്ള സന്ദർശനം ഈ ശനിയാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയുന്നത്. അത് കേരളത്തിന് പൊതുവെയും വർഷങ്ങളായി അവഗണന നേരിട്ടുകൊണ്ടിരുന്ന വയനാടിന് പ്രത്യേകിച്ചും ദുരന്തം മൂലം സർവസ്വം നഷ്ടപ്പെട്ടവർക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. ഭരണ പ്രതിപക്ഷ കക്ഷികൾ യോജിച്ച് പ്രായോഗിക തലത്തിലുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചാൽ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിൻ്റെ ഇന്ന് കൂടിയ യോഗത്തിൻ്റെ അഭിപ്രായം. വർഷങ്ങളായി വയനാട് അനുഭവിക്കുന്ന മറ്റ് കാര്യങ്ങളും കൂടി ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തി നമുക്കത് നേടിയെടുക്കാൻ കഴിയണം. യോഗത്തിൽ വൈസ് പ്രസിഡന്റുമാരായ സുബൈർ കൊളക്കാടൻ, പ്രൊഫസർ ഫിലിപ്പ് K. ആന്റണി, ബേബി കിഴക്ക് ഭാഗം, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M.K. അയ്യപ്പൻ, സെക്രട്ടറിമാരായ കുന്നോത്ത് അബൂബക്കർ, PI അജയൻ, ട്രഷറർ MV കുഞ്ഞാമു, CC മനോജ്, നോവെക്സ് മൻസൂർ, CK തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.